Good morning, all. Good morning, Good morning, ma'am. Good morning, ma'am. Morning, ma'am. കഴിഞ്ഞ ദിവസം മിസ് എടുത്ത് നോക്കിയോ എല്ലാവരും? നോക്കിയോ? Yes, ma'am. ക്ലിയർ ആണോ? Clear ആണ് ma'am. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ് അവർക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കഴിഞ്ഞ ദിവസം എടുത്തത് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. കാരുണ്യ, കാരുണ്യൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായില്ല എന്നല്ലേ പറഞ്ഞത് ക്ലാസ്സില്? നോക്കിയോ? റെക്കോർഡഡ് ക്ലാസ് കണ്ടോ? ടൈം കിട്ടിയോ? റെക്കോർഡ് ക്ലാസ് കണ്ടില്ലേ മാം? അതിന് ടൈം കിട്ടിയിട്ടില്ല. കൊറേ പെൻഡിങ് ആ മാം. തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ ഫസ്റ്റ് ഇങ്ങനെ കണ്ടുവരിക. അപ്പൊ അത് കാരണം എത്തിയിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ ചെയ്തോളാം മാം. ഓക്കെ ഓക്കെ. ടൈം കിട്ടുന്നതനുസരിച്ച് ക്ലാസ് കാണാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മതി കേട്ടോ. ഓക്കെ മാം. എല്ലാവരോടും കൂടിയാണ് കേട്ടോ. കാരുണ്യ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാരണം മിസ് പേരെടുത്ത് പറഞ്ഞതാണ്. ബാക്കി എല്ലാവരും ടൈം കിട്ടുന്നതനുസരിച്ച് ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കാം കേട്ടോ. എക്സാം 8ന്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? സ്ട്രെങ്ത് കുറവാണല്ലോ എക്സാം കഴിഞ്ഞിട്ടും നമ്മുടെ. ഇത് തുടങ്ങാം, ക്ലാസ് എടുക്കാം കേട്ടോ മിസ്. സർ, JCI അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ്സ് ഫോർ ഹോസ്പിറ്റൽ അല്ലേ എടുത്തോണ്ടിരുന്നത്? അതില് പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ് പറഞ്ഞു അല്ലെ? നെക്സ്റ്റ് പറയുന്നത് മാനേജ്മെന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്സുകള്, മാനേജ്മെന്റ് കേന്ദ്രീകൃതമായിട്ടുള്ള അല്ലെ സ്റ്റാൻഡേർഡുകള്. അത് നിങ്ങൾ നാബില് പഠിച്ചിട്ടുണ്ടല്ലോ. ഈ നാബിന്റെയും JCIയുടെയും സ്റ്റാൻഡേർഡുകൾ ഏകദേശം ഒരേപോലെയല്ലേ? മിക്ക സ്റ്റാൻഡേർഡുകളും ഒരേപോലെയാണ് അല്ലെ? അപ്പൊ ഇതിൽ നെക്സ്റ്റ് ഫസ്റ്റ് പറയുന്നത് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ അല്ലെ? എന്താണ് നമ്മ ഫസ്റ്റ് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് നാബ് എടുത്തപ്പോൾ ഫസ്റ്റ് അതിലുണ്ടായല്ലോ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അല്ലെ? എന്താണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ? ഓൺഗോയിങ് പ്രോസസ് ആണ്, ആണോ? എന്താണ് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയതിനു ശേഷം അല്ലെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെ? ഏതെങ്കിലും ഒരു ഫെസിലിറ്റീസില് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർവീസില് എന്താണ് അവിടുത്തെ ഗുണനിലവാരം മെച്ചപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരു പ്രവർത്തനങ്ങൾ ചെയ്യില്ലേ? റെക്കമെൻഡേഷൻ കൊണ്ടുവരും അല്ലെ? ശുപാർശകൾ കൊണ്ടുവരും. അപ്പൊ അങ്ങനെയുള്ള ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് നമ്മൾ അതിൽ തന്നെ പഠിച്ചു. ഒരു വർഷത്തില് എത്ര ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാമുകൾ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കിയിട്ടുണ്ടായിരിക്കണം? മറന്നുപോയോ? 10 അല്ലേ? അറ്റ്ലീസ്റ്റ് 2 പ്രോഗ്രാംസ് ഓർമ്മയുണ്ടാവും. ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള 2 കാര്യങ്ങളെങ്കിലും ഹോസ്പിറ്റലിൽ ചെയ്തിട്ടുണ്ടാവണം അല്ലെ? അപ്പൊ ഇതിലെന്താണ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി അല്ലെ? പേഷ്യൻസിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനും ഹോസ്പിറ്റലിലെ എന്താണ് ഇംപ്രൂവ്മെന്റ്, ഹോസ്പിറ്റലിലെ ഇംപ്രൂവ്മെന്റ് വരുത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ, പ്രൊസീജിയേഴ്സിന് വേണ്ടിയുള്ള സ്റ്റാൻഡേർഡുകള് അല്ലെ? മാനദണ്ഡങ്ങള്. ഇപ്പൊ നമ്മൾ ക്വാളിറ്റി അഷുറൻസ് ആൻഡ് നാബ് പഠിച്ചപ്പോ കുറേ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചില്ലേ? ഓപ്പറേഷൻ തിയേറ്റേഴ്സില അല്ലെ?
ലേബർ റൂമില്ല, ഒരുപാട് ICU-ല, വെന്റിലേറ്ററില്ല, അല്ലെ, അനസ്തീഷ്യ ഡിപ്പാർട്ട്മെന്റില്, ഫാർമസിയിൽ കൊണ്ടുവരേണ്ട സ്റ്റാൻഡേർഡുകൾ അല്ലെ. അപ്പൊ അങ്ങനെ എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ സെക്ഷനിലും എന്താണ് അവിടുത്തെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനും പേഷ്യൻസിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള സ്റ്റാൻഡേർഡ്സുകൾ നടപ്പിലാക്കുക. നെക്സ്റ്റ് പറയുന്നത് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ അല്ലെ. എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരാലോ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് അല്ലെ, നോസോകോമിയൽ ഇൻഫെക്ഷൻസ്. അപ്പൊ അത് നമുക്ക് സ്റ്റോപ്പ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും അല്ലെ. ഹോസ്പിറ്റൽ സാനിറ്റേഷൻ, സ്റ്റെറിലൈസേഷൻ, ഡിസ്ഇൻഫെക്ഷൻ മെത്തേഡുകൾ അല്ലെ, കറക്റ്റ് രീതിയിലുള്ള വേസ്റ്റ് ഡിസ്പോസലുകൾ അല്ലേ. അപ്പൊ അതിനു വേണ്ടിയുള്ള സ്റ്റാൻഡേർഡ്സുകളാണ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻസ് തടയുന്നതിന് വേണ്ടിയിട്ടും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാനദണ്ഡങ്ങൾ. നെക്സ്റ്റ് ഗവേണൻസ്, ലീഡർഷിപ്പ് ആൻഡ് ഡയറക്റ്റ്, GLD. എന്താണ് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട 3 വശങ്ങളാണ് ഗവേണൻസ്, ലീഡർഷിപ്പ് ആൻഡ് ഡയറക്ടറി. എന്താണ് അവിടുത്തെ ഭരണം അല്ലെ. ഗവേണൻസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭരണം, അഡ്മിനിസ്ട്രേഷൻ. എങ്ങനെയായിരിക്കണം ഒരു ഹോസ്പിറ്റലിന്റെ ഭരണം? തോന്നിയ പോലെ ആകാൻ പാടുണ്ടോ? ഇല്ല. അതിന് എന്ത് വേണം? കറക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണം അല്ലെ. പ്രോട്ടോകോള് വേണം, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വേണം, പോളിസീസും പ്രൊസീജിയേഴ്സും വേണം അല്ലെ. അപ്പൊ അതിനനുസരിച്ച് വേണം ഹോസ്പിറ്റലിലെ ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങൾ പിന്തുടരുന്നതിന് വേണ്ടി. കൂടാതെ എന്താണ് ഓരോ ഹോസ്പിറ്റലിനും ഓരോ ഓർഗനൈസേഷനും അതിന് വിഷനും മിഷനും ഉണ്ട് അല്ലെ, ദൗത്യവും കാഴ്ചപ്പാടുകളില്ലേ. അപ്പൊ അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ, അത് അവര് പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണ്ടേ. ഓരോ ഹോസ്പിറ്റലിന്റെയും വിഷനും മിഷനും അവര് പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക. നെക്സ്റ്റ് എന്താണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച ഡിസിഷൻ എടുക്കണം അല്ലെ, തീരുമാനങ്ങൾ എടുക്കണല്ലോ. ഒരുപാട് കാര്യങ്ങളല്ലേ, കറക്റ്റ് ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള ഡിസിഷനുകൾ എടുക്കണം അല്ലെ ഓരോ സെക്ഷനിലും. അപ്പൊ അതിനു വേണ്ടി അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരായ ടീമുകളെ ഏൽപ്പിക്കണം അല്ലെ. അധികാരം, ഹോസ്പിറ്റലിന്റെ അധികാരങ്ങൾ അതിന് പ്രാപ്തരായിട്ടുള്ള ആളുകളെ ഏൽപ്പിക്കുക. അതൊക്കെയാണ് ഗവേണൻസിൽ വരുന്നത്. ക്ലിയർ ആയോ? ഹോസ്പിറ്റലിൽ എന്താണ് കറക്റ്റ് രീതിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ, പോളിസീസ്, പ്രോട്ടോകോൾസുകള് കൊണ്ടുവരാം, പിന്തുടരുക, ഫോളോ ചെയ്യുക അവര്. കൂടാതെ എന്താണ് ഓർഗനൈസേഷന്റെ വിഷനും എന്താണ് പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുക. നെക്സ്റ്റ് പറയുന്നത് എന്താണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തുള്ള കറക്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരായ ആളുകളെ എന്താണ് അധികാരം ഏൽപ്പിക്കുക. ഓക്കെ ആയോ? നമ്മ ഫസ്റ്റ് മെറ്റീരിയൽ മാനേജ്മെന്റ് എടുത്തപ്പോ ആ പർച്ചേസിംഗ് മാനേജർക്ക് വേണ്ട ക്വാളിറ്റി അല്ലേ, ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ലേ. അതേപോലെ എന്താണ് അത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ആളെ കുറിച്ചുള്ള ഒരു പേഴ്സന്റെ ക്വാളിറ്റീസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതേപോലെ എന്താണ് ഓരോ സെക്ഷനിലും വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഓരോ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും അല്ലെ. അഡ്മിനിസ്ട്രേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, ഡയറക്ടർക്ക് അല്ലെ, മാനേജ്മെന്റിലുള്ള ആളുകൾക്ക്. അപ്പൊ അതിനുള്ള പ്രാപ്തരായ ആളുകളെ വേണ്ടി നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്യാനായിട്ട്, ഭരണേൽപ്പിക്കാനായിട്ട്, അതൊക്കെയാണ് ഗവേണൻസിൽ വരുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ലീഡർഷിപ്പ്, നേതൃത്വം കൊടുക്കുക. എങ്ങനെയുള്ള ആളുകൾക്ക് വേണം നേതൃത്വം കൊടുക്കാൻ? നമ്മ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ നമ്മുടെ ക്ലാസ് ലീഡേഴ്സിനെ തെരഞ്ഞെടുക്കാറുണ്ട് അല്ലെ. ഉണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസ് ലീഡേഴ്സിനെ അല്ലെങ്കിൽ സ്കൂൾ ലീഡറിനെ?
എല്ലാ ആളുകളെ ഒരേപോലെ കാണാൻ സാധിക്കണം അല്ലെ. അവർക്ക് എന്താണ് ബാക്കിയുള്ളവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കണം അല്ലെ. നോളജ് വേണം, കൺട്രോൾ ചെയ്യാൻ സാധിക്കണ്ടേ, ഡിസിഷൻ എടുക്കാൻ സാധിക്കണം അല്ലെ. ലീഡ് ചെയ്യാൻ കഴിയണം, എല്ലാവരും സ്വാധീനിക്കുന്ന ഒരാളായിരിക്കണം അല്ലെ. ക്ലാസ്സിലാണെങ്കിലും ലീഡറിനെ എങ്ങനെയാ തിരഞ്ഞെടുക്കുന്നത്? എല്ലാവരും വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ഒരാള്, അല്ലെങ്കിൽ എല്ലാവരും കൂടെ പേര് പറയുന്ന ഒരാളെയല്ലേ നമ്മൾ ലീഡറായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റലിൽ എങ്ങനെയായിരിക്കും? അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ നയിക്കാനും സ്വാധീനിക്കാനും കഴിയുന്ന ആളുകളായിരിക്കണം അല്ലെ ലീഡർഷിപ്പിൽ വരുന്നത്, നേതൃത്വം കൊടുക്കുന്നത്. പിന്നെ എന്താണ്? ഓരോ ആളുകൾക്കും അനുയോജ്യമായിട്ടുള്ള വ്യക്തമായ റോളുകളും റെസ്പോൺസിബിലിറ്റീസും കൊടുക്കാൻ കഴിവുള്ള ആളുകളാവണ്ടേ ലീഡർഷിപ്പ് വരുന്നത്. അപ്പൊ പിന്നെന്താണ്? പരസ്പര സഹകരണം, ഏകോപനൊക്കെ ഉണ്ടാവണം അല്ലേ ഈ ലീഡർഷിപ്പ്. ഞാനാണ് വലിയ ആളെന്നും പറഞ്ഞ ആൾക്ക് ഒരു പൊസിഷനിൽ ഇരുന്നാൽ മാത്രം മതിയോ? ഞാനാണ് ലീഡർ? ഇല്ല അല്ലെ. എല്ലാവരോടും കൂടി കോപ്പറേറ്റ് ചെയ്യുന്ന അല്ലെ, സഹകരിക്കുന്ന ഒരാളായിരിക്കണം ലീഡർഷിപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? ഇപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു ലീഡർഷിപ്പാണോ, ഒരാളാണോ ലീഡറായിട്ട് വരുന്നത്? ആണോ? അല്ല അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിലും വരുന്നുണ്ട് അല്ലെ. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഓരോ സെക്ഷനിലും വരുന്നുണ്ട് അല്ലെ. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ലീഡർഷിപ്പ് കൊടുക്കുക. ഓക്കെ ആയോ? നെക്സ്റ്റ് പറയുന്നത് ഡയറക്ടറിങ്. എന്താണ്? അവര് ഡയറക്ടർ ചെയ്യാൻ കഴിയുന്ന ആളുകളായിരിക്കണം അല്ലെ ഡയറക്ടർ ബോർഡില് വർക്ക് ചെയ്യുന്നത്. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങള് എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് ആണോ എന്ന് നോക്കണം അല്ലെ ഡയറക്ടേഴ്സ്. ഗൈഡ് കൊടുക്കണം അല്ലെ, അവർക്ക് ഗൈഡൻസ് കൊടുക്കണം. ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാണോ ഫലപ്രദമാണോ എന്ന് ഉറപ്പാക്കണം. പിന്നെന്താണ്? ജീവനക്കാർക്കുള്ള കറക്റ്റ് രീതിയിലുള്ള ക്ഷേമ നടപടികൾ അല്ലെ, ഫലപ്രദമായ ക്ഷേമ നടപടികൾ ആസൂത്രണം ചെയ്യണം അല്ലെ. പിന്നെന്താണ്? ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തുള്ള ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓഡിറ്റുകൾ നടത്തണോ? ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ ഹോസ്പിറ്റലില്. അപ്പൊ അതിനെല്ലാം കഴിവുള്ള ആളുകളായിരിക്കണം ഡയറക്റ്റ് ചെയ്യുന്നത്, ഡയറക്ടറിൽ വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഫെസിലിറ്റീസ് മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി. എന്തൊക്കെയായിരിക്കും ഫെസിലിറ്റി മാനേജ്മെന്റ് ഒക്കെ? നിങ്ങൾ ആപ്പിൽ പഠിച്ചല്ലോ. ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള ഫെസിലിറ്റീസ് ഉണ്ട് അല്ലെ, സൗകര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതെന്താ? അത് കറക്റ്റ് രീതിയിൽ എക്യുപ്മെന്റുകൾ ഉണ്ട് അല്ലെ, ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ഉണ്ട്, ലാബുകളുണ്ട്, ഡയാലിസിസ് ഉണ്ട് അല്ലെ, റേഡിയോളജി ഉണ്ട്, ബ്ലഡ് ബാങ്ക് ഉണ്ട് അല്ലെ, ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പൊ ഈ ഫെസിലിറ്റി ഒക്കെ എന്ത് ചെയ്യണം? കറക്റ്റ് രീതിയിൽ കൈകാര്യം ചെയ്യണം അല്ലെ, മാനേജ്മെന്റ് ചെയ്യണം. അതിനുള്ള സ്റ്റാൻഡേർഡുകൾ വേണം. കൂടാതെ ഈ ഓരോ സർവീസുകളും ആൻസിലറി സർവീസുകളിലെ സേഫ്റ്റി ഉറപ്പാക്കണ്ടേ? സുരക്ഷിതത്വം അല്ലെ, അവിടെ വരുന്ന പേഷ്യൻസിന്റെ ഉള്ള സുരക്ഷിതത്വം ഉറപ്പാക്കണം. അതിനു വേണ്ട സ്റ്റാൻഡേർഡുകളൊക്കെയാണ് ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റിയിൽ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് സ്കിൽസ് ആൻഡ് കണ്ടിന്യൂഡ് എഡ്യൂക്കേഷൻ. എന്താണ്? ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ സ്കിൽസ് കൂട്ടണല്ലേ, എബിലിറ്റി, അവരുടെ കഴിവുകള്, അവരുടെ സ്കിൽസുകൾ അല്ലെ, നൈപുണ്യങ്ങൾ കൂട്ടണം. അപ്പൊ അതിന് അവർക്ക് എന്ത് കൊടുക്കണം? കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ അല്ലെ, ഓറിയന്റേഷൻ പ്രോഗ്രാമുകൾ കൊടുക്കണ്ടേ നോളജ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങളൊക്കെയാണ് സ്കിൽസ് ആൻഡ് കണ്ടിന്യൂഡ് പ്രാക്ടീസിൽ എഡ്യൂക്കേഷനിൽ ഉൾപ്പെടുന്നത്. നെക്സ്റ്റ് പറയുന്നത് മാനേജ്മെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻസ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? ഹോസ്പിറ്റലിലെ കമ്മ്യൂണിക്കേഷൻസ്, ഹോസ്പിറ്റലിലെ വിവരങ്ങൾ അല്ലെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. പേഷ്യൻസിനെ സംബന്ധിക്കുന്നതാവാം അല്ലെ, മാനേജ്മെന്റ് സംബന്ധിക്കുന്നതാവാം അല്ലെ, അവിടുത്തെ പോളിസികളാവാം അല്ലെ, അങ്ങനെ ഒരുപാട് ഇൻഫോർമേഷൻസ് ഉണ്ട്. അതെന്ത് ചെയ്യണം? ഹോസ്പിറ്റലിലെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കണം. നമ്മൾ ഡിസാസ്റ്റർ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഡിസാസ്റ്ററിൽ മാത്രം പറയുന്നില്ലേ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ അല്ലെ,
ഇൻഫെക്ഷൻ കൺട്രോൾ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻസ്പെക്ഷൻ പഠിച്ചപ്പോ എന്ത് പഠിച്ചു? ഇൻഫെക്ഷൻ കൺട്രോൾ പ്രവർത്തനങ്ങൾ അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ ഇൻഫർമേഷൻസും എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ എല്ലായിടത്തേക്ക് എത്തിച്ചു കൊടുക്കണ്ടേ? അതിനു വേണ്ടിയിട്ടുള്ള കറക്റ്റ് രീതിയിലുള്ള എന്ത് വേണം? കമ്മ്യൂണിക്കേഷൻ ചാനൽ വേണം അല്ലെ ഹോസ്പിറ്റലില് വേണോ? അതൊക്കെയാണ് മാനേജ്മെന്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷനിൽ വരുന്നത്. പിന്നെ അഡ്മിനിസ്ട്രേഷൻ ഫംഗ്ഷനെ കുറിച്ചുള്ള സംബന്ധങ്ങൾ അല്ലെ, അവിടുത്തെ ഭരണത്തെ കുറിച്ച്, അവിടുത്തെ പോളിസികളെ കുറിച്ച്, അവരുടെ പ്രൊസീജിയറിനെ കുറിച്ച് എല്ലായിടത്തേക്ക് ഇൻഫോർമേഷൻസ് എത്തിക്കണം. നമുക്കറിയാം, നമ്മ വാർഡ് പഠിച്ചപ്പോൾ വാർഡിൽ മാത്രം ഉണ്ട് അല്ലെ, വാർഡുമായി ബന്ധപ്പെട്ട് മാത്രം പോളിസികളും പ്രൊസീജിയേഴ്സ് ഇല്ലേ, അവിടുത്തെ ടൈമിങ് അല്ലെ, വർക്കിംഗ് അവേഴ്സ്, വിസിറ്റിംഗ് അവേഴ്സ് അല്ലെ, അവിടുത്തെ പ്രവർത്തനങ്ങൾ അല്ലെ. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചുള്ള ഇൻഫോർമേഷൻസ് ഇല്ലേ, അതൊക്കെയാണ് മാനേജ്മെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ. പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഉണ്ട് അല്ലെ, പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ, അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി, അവരുടെ ലാബ് ടെസ്റ്റ് റിസൾട്ടുകൾ അല്ലെ, അവരെന്താണ് ട്രീറ്റ്മെന്റിന്റെ പ്ലാനുകൾ, ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തുള്ള എല്ലാ ഇൻഫർമേഷൻസും ക്ലിയർ ആയോ? ഓക്കെ ആണോ? നെക്സ്റ്റ് സ്റ്റാൻഡേർഡ്സുകൾ ഓക്കെ അല്ലേ? ബാക്കി ഇനി വരുന്ന സെക്ഷൻ സിമ്പിൾ ആണ് കേട്ടോ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എടുക്കാം. ഫസ്റ്റ്, അക്രഡിറ്റേഷൻ പ്രോസസ്. The first step in the accreditation process is to obtain a copy of the JCA standards and prepare for accreditation. ഈ JCA accreditation ലഭിക്കുന്നതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ്, ആദ്യത്തെ മാർഗം എന്ന് പറയുന്നത് നമ്മുടെ JCAന്റെ സ്റ്റാൻഡേർഡുകളിലെ, അതില് JCAന്റെ മാനദണ്ഡങ്ങളില് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു കോപ്പി എടുക്കാം. എന്നിട്ട് അതിനു വേണ്ടി എന്ത് ചെയ്യണം? ഈ ഓർഗനൈസേഷൻ തയ്യാറാവണം അല്ലെ, മാറ്റങ്ങൾ വരുത്തണ്ടേ, എന്തെങ്കിലും ഗ്യാപ്പുകൾ ഉണ്ടോ അല്ലെ, ഐഡന്റിഫിക്കേഷൻ ഗ്യാപ്പുകൾ ഉണ്ടോ, എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ അല്ലെ, ഏതെങ്കിലും ഒരു സെക്ഷനിൽ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതുണ്ടോ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? അവര് ഈ JCA സ്റ്റാൻഡേർഡിന്റെ കോപ്പിയുമായി താരതമ്യപ്പെടുത്തി അവരെന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക, തയ്യാറാവുക, അക്രഡിറ്റേഷന് വേണ്ടി ആ ഹോസ്പിറ്റല് തയ്യാറാവുക. Next, once an organization is ready to apply for accreditation, they can participate in a trial survey as a means of experience in a full JCA survey and highlight any gaps in their organization. ഇവര് ഈ സ്റ്റാൻഡേർഡുകളൊക്കെ വെച്ച് ആ ഹോസ്പിറ്റൽ പ്രവർത്തനങ്ങളൊന്ന് കമ്പാരിസൺ ചെയ്യാണ് അല്ലെ, ഫസ്റ്റ് താരതമ്യം ചെയ്യാണ്. എന്നിട്ട് എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടോ എന്ന് കണ്ടെത്തി അവർ പ്രിപ്പയർ ചെയ്യുന്ന, എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു JCAയുടെ ട്രയൽ സർവേ ഇല്ലേ, ശരിക്കുള്ള സർവേ അല്ല, ഒരു ട്രയൽ ആയിട്ട് അല്ലെ, എന്താണ് ഹോസ്പിറ്റലിന്റെ ഓർഗനൈസേഷന്റെ എന്തെങ്കിലും ഗ്യാപ്പുകൾ ഉണ്ടോ അല്ലെ, എന്തെങ്കിലും വിടവുകളുണ്ടോ? ഗ്യാപ്പ് അനാലിസിസ് പഠിച്ചില്ലേ ക്വാളിറ്റി അഷുറൻസില്? ഗ്യാപ്പ് അനാലിസിസ് പഠിച്ചോ? ക്വാളിറ്റി അഷുറൻസിലാണോ? ഗ്യാപ്പ് അനാലിസിസ് എന്താണ്? ഗ്യാപ്പ് അനാലിസിസ് എന്താണ്? മറന്നോയോ? ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിന്റെ പോളിസികൾക്കും പ്രൊസീജിയേഴ്സിനും ഉള്ളിൽ നിന്ന് കൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ക്വാളിറ്റിയിലെ ഗുണനിലവാരത്തില് അഭാവങ്ങളുണ്ടോ എന്ന് വിലയിരുത്തുന്ന ക്വാളിറ്റി മാനേജർ വിലയിരുത്തുന്നതിനെയാണ് ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിലെ നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലെ ഗുണനിലവാരത്തില് എന്തെങ്കിലും അഭാവങ്ങൾ ഉണ്ടോ എന്ന് ക്വാളിറ്റി മാനേജർ വിലയിരുത്തുന്നതിനെയാണ് ഗ്യാപ്പ് അനാലിസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്നിട്ട് അപ്പൊ ഇവരെന്താ ചെയ്യുന്നുണ്ട്? ട്രയൽ സർവേ നടത്തിയിട്ട്
ആ ഓർഗനൈസേഷനില് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലില് എന്തെങ്കിലും ഗ്യാപ്പുകൾ ഉണ്ടോ എന്ന് ഇവർ ആദ്യം കണ്ടെത്തും അല്ലെ? അങ്ങനെയാണോ ചെയ്യുന്നത്? നിങ്ങളാണെങ്കിലും പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ആദ്യമൊക്കെ വായിച്ചൊക്കെ നോക്കൂല്ലേ? വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ? അങ്ങനെയാണോ അപ്പൊ പഠിക്കുന്നത്? മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യും അല്ലെ? എന്നിട്ട് എന്താണ്? തെറ്റിയ ഭാഗങ്ങൾ വീണ്ടും പഠിക്കും അല്ലെ? റിവിഷൻ ചെയ്യും. അങ്ങനെയല്ലേ നമ്മൾ എക്സാമിന് പൊതുവെ പഠിക്കുന്നത്? അപ്പൊ എന്താ, ഇവർ ആദ്യം തന്നെ JCI സ്റ്റാൻഡേർഡുകൾ കോപ്പി എടുക്കും. എന്നിട്ട് അവർ എന്ത് ചെയ്യും? അക്രഡിറ്റേഷന് വേണ്ടി തയ്യാറാകുന്നുണ്ട്. അങ്ങനെ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? JCIയുടെ ഒരു ട്രയൽ സർവേ കണ്ടക്ട് ചെയ്യാണ്. എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ആ ട്രയൽ സർവേയില് ഇവരെ ഓർഗനൈസേഷനിൽ എന്തെങ്കിലും ഗ്യാപ്പുകൾ ഉണ്ടോ അല്ലെ, ക്വാളിറ്റിയുടെ എന്തെങ്കിലും അഭാവങ്ങൾ ഉണ്ടോ എന്ന് ഇവര് ഐഡന്റിഫൈ ചെയ്യുന്നു. ക്ലിയർ ആയോ? ഓക്കെ ആണോ എല്ലാവരും? നെക്സ്റ്റ്, the organization submit their next പറയുന്നത് the organization submit their application and schedules survey dates with JCI. അതിന് ഇങ്ങനെ ഒരു മോക്ക് ഡ്രിൽ നടത്തി ട്രയൽ സർവേ നടത്തി അവർ ഐഡന്റിഫിക്കേഷൻ ഒക്കെ മാർക്ക് ചെയ്തങ്ങാട്ട് അവരത് കറക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? നമ്മളാണെങ്കിൽ അങ്ങനെയല്ലേ, നമുക്ക് എന്തെങ്കിലും തെറ്റുകളുണ്ട്, എറേഴ്സ് ഉണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ അത് തിരുത്തല്ലേ? തിരുത്തി കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? അവര് JCI സർവേക്കുള്ള ഡേറ്റിലെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ്, ഡ്യൂറിംഗ് ദ ഫുൾ സർവേ ദ JCI സർവേസ് look back over the 4-month period prior to start of the survey in order to judge performance over an adequate amount of time. എന്താണ് ആ ഒരു സമ്പൂർണ്ണ സർവേക്കിടെ ആ ഒരു അഡ്വക്കേറ്റ് എമൗണ്ട് ഓഫ് ടൈമിന്റെ ആ സർവേക്കുള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്? മതിയായ സമയത്തിന്റെ ഈ ഹോസ്പിറ്റലിലെ പ്രകടനം വിലയിരുത്തുന്നതിനായിട്ട് ഈ വരുന്ന സർവേയേഴ്സിലെ നമ്മ പറഞ്ഞു JCIയുടെ സർവേ ആരാണ് ഹോസ്പിറ്റലിൽ നടത്തുന്നത്? ഓൺസൈറ്റ് സർവേ ആണ് അല്ലെ? ഓൺസൈറ്റ് സർവേ ആണ്. അതാരാണ് നടത്തുന്നത്? സർവേയേഴ്സ് അല്ലെ? JCIയുടെ സർവേയർമാർ വന്നിട്ടല്ലേ നടത്തുന്നത് ഹോസ്പിറ്റലില്. അപ്പൊ അവര് ആ സർവേയേഴ്സ് ആ ഹോസ്പിറ്റലിലെ പ്രകടനം വിലയിരുത്തുന്നതിനായി സർവേ ആരംഭിക്കുന്നത്. ഇപ്പൊ ഈ മാസമാണ് സർവേ അവർ ആരംഭിക്കുന്നതെങ്കിലും അവരെന്ത് ചെയ്യും? ഇതിനു മുമ്പത്തെ 4 മാസത്തെ പ്രവർത്തനങ്ങളില്ലേ, ഇപ്പൊ ഇത് മാർച്ച് ആണ് അല്ലെ? ഇതിനു മുമ്പത്തെ 4 മാസം എന്ന് പറയുമ്പോൾ ഏതാ? ഫെബ്രുവരി, ജനുവരി, ഡിസംബർ, നവംബർ അല്ലെ? നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ആ 4 മാസത്തെ പ്രവർത്തനങ്ങൾ അവരെന്ത് ചെയ്യും? JCI സർവേമാരെ നോക്കുന്നുണ്ട്, അനലൈസ് ചെയ്ത് നോക്കുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. ക്ലിയർ ആയോ? ഇപ്പൊ ഇവര് ഈ മാസമാണ് സർവേ ചെയ്യുന്നതെങ്കിൽ ഈ മാസത്തെ പ്രകടനങ്ങൾക്ക് ആ ഓർഗനൈസേഷന്റെ ഈ മാസത്തെ പ്രകടനങ്ങൾ മാത്രമല്ല അവർ വിലയിരുത്തുന്നത്, അതിനു മുമ്പത്തെ 4 മാസത്തെ പ്രവർത്തനങ്ങൾ കൂടി അവരെന്ത് ചെയ്യും? വിലയിരുത്തുന്നു. ക്ലിയർ ആയോ? Okay, next, following the surveys, the organization may need to carry out some follow-up activities. അങ്ങനെ ഒരു സർവേ കഴിഞ്ഞതിന് ശേഷം അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അല്ലെ, ചില റിമാർക്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഫോളോ അപ്പ് ആക്ടിവിറ്റീസ് കൊടുക്കുമല്ലോ. കൊടുക്കോ? അത് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? എന്താണ് ഈ സർവേ എന്ത് ചെയ്യുന്നുണ്ട്? സർവേ കഴിഞ്ഞതിന് ശേഷം ആ ഓർഗനൈസേഷനിലെ ഫോളോ അപ്പ് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു, നൽകുന്നു. ഫോളോയിങ് ദ എൻഡ് ഓഫ് ദ സർവേ ദ JCI decision on accreditation will be given. എന്താണ് ഇതിന്റെ ഈ സർവേയുടെ എൻഡിൽ അവസാനം എന്താണ്? ആ ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ കൊടുക്കണോ വേണ്ടേ എന്നുള്ള ഒരു ഡിസിഷൻ, തീരുമാനം ഈ സർവേയേഴ്സ് എടുക്കുന്നു. ക്ലിയർ ആയോ ആ പാരഗ്രാഫ്? സിമ്പിൾ അല്ലേ? ഓക്കെ, നെക്സ്റ്റ്, ഈ JCI സർവേ നടത്തുന്നതിനുള്ള പല സ്റ്റെപ്പുകളും അതിലും ചെയ്യുന്ന ടാസ്കുകളും പ്രവർത്തനങ്ങളാണ് നെക്സ്റ്റ് ആ ബോക്സിൽ പറയുന്നത്. നോക്കിയേ, ഫസ്റ്റ് പ്രൊജക്ട് ഫേസ്. പ്രൊജക്ട് ഫേസിൽ എന്തൊക്കെ കാര്യങ്ങളാണ്?
അതിന് വേണ്ട ടാസ്കുകൾ എന്തൊക്കെയാണ്? നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്യും അല്ലെ? ആദ്യം എങ്ങനെയല്ലേ? പ്ലാൻ ചെയ്യും, ആസൂത്രണം ചെയ്യും. അതിനുശേഷം നമ്മൾ അതെന്ത് ചെയ്യും? പ്രാവർത്തികമാക്കാൻ നോക്കും അല്ലെ? ഡു, ഇംപ്ലിമെന്റേഷൻ, ഡു അല്ലെ? പ്രവർത്തിക്കും അല്ലെ? ഡു ചെയ്യും. നമ്മ എങ്ങനെയല്ലേ ഓരോ വർഷം തുടങ്ങുമ്പോ അങ്ങനെയാണ് അല്ലെ? ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അടുത്ത വർഷം നമ്മ ഇങ്ങനെ ആയിരിക്കും അല്ലെ? നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മ ഇങ്ങനെ ചേഞ്ചസ് കൊണ്ടുവരും. പക്ഷെ അത് പ്രാവർത്തികമാക്കാറുണ്ടോ നമ്മ എല്ലാവരും? ഉണ്ടോ? കുറച്ചൊക്കെ അല്ലെ? ഒന്നോ രണ്ടോ കാര്യങ്ങൾ പ്രാവർത്തികമാക്കും, മുഴുവൻ പ്രാവർത്തികമാക്കാറുണ്ടോ? പക്ഷെ ഇതൊക്കെ ആദ്യം പ്ലാൻ ചെയ്യും ചിലതൊക്കെ. ഇതൊക്കെ ആദ്യം എന്ത് ചെയ്യും? ഓർഗനൈസേഷൻ പ്ലാൻ ചെയ്യും. എന്നിട്ട് അത് എന്ത് ചെയ്യും? അക്രഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ അവർ പ്ലാൻ ചെയ്താൽ മാത്രം മതിയോ? അവർ ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലെ? നടപ്പിലാക്കണം ഹോസ്പിറ്റലില് അല്ലെ? ഇംപ്ലിമെന്റ് ചെയ്യണം. പിന്നെ അതെന്താണ്? അത് ചെക്ക് ചെയ്യണം അല്ലെ? ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓരോ സെക്ഷനിലും ചെക്ക് ചെയ്യണ്ടേ? ആ ഒരു ഇംപ്രൂവ്മെന്റുകൾ അല്ലെ? ആ വരുത്തിയ മാറ്റങ്ങൾ അവരെന്ത് ചെയ്യണം? പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നോക്കാം. ഫസ്റ്റ് പ്ലാനിങ്ങിൽ 3 സ്റ്റെപ്പാണ് വരുന്നത്. ഫസ്റ്റ് എന്താണ്? ഇനീഷ്യേറ്റ്. രണ്ടാമത് വരുന്നത് ട്രെയിനിങ് ആൻഡ് അവയർനെസ്. മൂന്നാമത് ഡോക്യുമെന്റേഷൻ. ഓക്കെ ആണോ? പ്ലാനിൽ 3 സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. ഇനീഷ്യേറ്റ്, പ്രാരംഭം അല്ലെ? തുടക്കം കുറിക്കുക. എന്ത് കാര്യത്തിന് എന്താണ്? ഒരു സ്റ്റാർട്ടിങ് വേണം അല്ലെ? ഒരു സ്റ്റാർട്ടിങ്ങും വേണം, ഒരു എൻഡിങ്ങും വേണം അല്ലെ? അതേപോലെ എന്താണ്? ഇനീഷ്യേറ്റ്. ഫസ്റ്റ് ഒരു ഇനീഷ്യേറ്റ് എടുക്കുന്നു. രണ്ടാമത് ട്രെയിനിങ് ആൻഡ് അവയർനെസ്. മൂന്നാമത് വരുന്നത് ഡോക്യുമെന്റേഷൻ. ഇനീഷ്യേറ്റില് എന്തൊക്കെ ടാസ്കുകളാണ് അവർ ചെയ്യുന്നത് നോക്കിയേ. കൺസൾട്ട്, ഗ്യാപ്പ് അനാലിസിസ് അല്ലെ? നേരത്തെ മിസ് പറഞ്ഞു അല്ലെ? JCA സ്റ്റാൻഡേർഡിന്റെ കോപ്പി എടുത്തിട്ട് അവരെന്ത് ചെയ്യും? താരതമ്യം ചെയ്യും. എന്നിട്ട് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഗ്യാപ്പുകൾ ഉണ്ടോ എന്ന് അല്ലെ ഐഡന്റിഫൈ ചെയ്യില്ലേ? എന്തെങ്കിലും ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ അല്ലെ? എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ അല്ലെ? അപ്പൊ ആദ്യം എന്താണ്? കൺസൾട്ട്, ഗ്യാപ്പ് അനാലിസിസ്. ക്ലിയർ ആയോ? ഗ്യാപ്പ് അനാലിസിസ് കണ്ടുപിടിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് ഡെവലപ്പ് JCI സ്റ്റാൻഡേർഡ്സ് ക്രോസ് റെഫറൻസ് ലിസ്റ്റ്. നമ്മൾ ഫസ്റ്റ് വരുന്നത് അല്ലെ? JCIയുടെ സ്റ്റാൻഡേർഡുകളുടെ കോപ്പി എടുത്തിട്ട് അവരെന്ത് ചെയ്യുന്നു? താരതമ്യം ചെയ്യുന്നു അല്ലെ? പ്രിപ്പയർ ചെയ്യാണ് അല്ലെ? അപ്പൊ ഇതിലെന്താണ്? ഡെവലപ്പ് JCI സ്റ്റാൻഡേർഡ്സ് ക്രോസ് റെഫറൻസ് ലിസ്റ്റ്. എന്താണ്? JCIയുടെ സ്റ്റാൻഡേർഡുകൾ അവർ ഹോസ്പിറ്റലിൽ ഡെവലപ്പ് ചെയ്യുന്നു അല്ലെ? അപ്പൊ നമ്മളാണെങ്കിലും എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും അല്ലെ? ആണോ? അപ്പൊ അതിന് വേണ്ട മാറ്റങ്ങൾ, ചേഞ്ചസ് അവര് ഈ ഹോസ്പിറ്റലിൽ ഡെവലപ്പ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ഗ്യാപ്പ് അനാലിസിസ് കണ്ടുപിടിച്ചിട്ട് JCI സ്റ്റാൻഡേർഡുകൾക്ക് അനുസൃതമായി ഹോസ്പിറ്റലിൽ അവരെന്താണ്? ചേഞ്ചസ് കൊണ്ടുവരുന്നു, ഡെവലപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് ട്രെയിനിങ് ആൻഡ് അവയർനെസ് അല്ലെ? അവയർനെസ് ട്രെയിനിങ് ഫോർ കീ പ്രോസസ് ഓണേഴ്സ് ഓൺ JCI. JCIയുടെ കീ പ്രോസസ് ഓണേഴ്സിന് അതിനു വേണ്ട അവയർനെസ്സും ട്രെയിനിങ്ങുകളും പരിശീലനവും ഒക്കെ കൊടുക്കുന്നു. പ്രോസസ് ഓണേഴ്സ് എന്ന് പറഞ്ഞാല് JCIയുടെ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി കാണുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ, ഒരു പേഴ്സണെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ പ്രോസസ് ഓണേഴ്സ് എന്ന് പറയുന്നത്. ഫ്രം ബിഗിനിങ് ടു എൻഡ്, JCIയുടെ അക്രഡിറ്റേഷന്റെ ആദ്യം മുതൽ അവസാനം വരെ ആ പ്രവർത്തനങ്ങളെ മുൻകൂട്ടി കാണുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളെയാണ് പ്രോസസ് ഓണേഴ്സ്. JCI പ്രോസസ് ഓണേഴ്സ് എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിലെ JCIയുടെ പ്രോസസ് ഓണേഴ്സ് ആരൊക്കെയായിരിക്കും? ആരൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്? ആർക്കൊക്കെയാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത്, അവയർനെസ് കൊടുക്കേണ്ടത്? ടോപ്പ് മാനേജ്മെന്റിലുള്ള ആളുകൾക്ക് കൊടുക്കേണ്ടി വരും അല്ലെ? ആ സ്റ്റാഫുകൾക്ക് കൊടുക്കേണ്ടി വരും. ടോപ്പ് മാനേജ്മെന്റുകൾക്ക് കൊടുക്കേണ്ടി വരും അല്ലെ? ഡോക്ടേഴ്സിന് കൊടുക്കേണ്ടി വരും, നഴ്സുമാർക്ക് കൊടുക്കേണ്ടി വരും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്താണ്
ഈ JCAയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സ്റ്റാൻഡേർഡുകളുമായി ബന്ധപ്പെട്ട അവയർനെസ്സും പരിശീലനങ്ങളും പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ ആയോ? നെക്സ്റ്റ്, documentation. Design and review JCI framework and all required levels of documentation. നമുക്കറിയാം, നമ്മൾ എന്തൊരു കാര്യത്തിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് അതിനൊരുപാട് ഡോക്യുമെന്റേഷൻ, രേഖകൾ വേണം അല്ലേ? നമ്മളിപ്പോ ഒരു ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങണം അല്ലെ, അല്ലെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് വാങ്ങണമെങ്കിൽ നമ്മൾ ഒരുപാട് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണ്ടേ? അതേപോലെ JCAയുടെ അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റൽ ഒരുപാട് ഡോക്യുമെന്റേഷൻസ് കൊടുക്കണം അല്ലേ? എന്തൊക്കെയായിരിക്കും? JCI ഫ്രെയിംവർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് JCIയിൽ പറയുന്ന സ്റ്റാൻഡേർഡുകളും ഗൈഡ് ലൈൻസ് ഒക്കെ ഇല്ലേ? നമ്മ നേരത്തെ പറഞ്ഞല്ല, പേഷ്യന്റ് സെന്റേർഡ്, മാനേജ്മെന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡുകൾ അല്ലെ? അങ്ങനെയുള്ള സ്റ്റാൻഡേർഡുകളെയും ഗൈഡ് ലൈൻ അതൊക്കെ പ്രാവർത്തികമാക്കാനായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാവും അല്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് JCI ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ആ JCIയുടെ ഫ്രെയിംവർക്കുകൾ റിവ്യൂ ചെയ്യാം, അവർ അവലോകനം ചെയ്യും. ആ JCIയില് എന്തൊക്കെ സ്റ്റാൻഡേർഡുകൾ പറയുന്നുണ്ട്, അതിന് എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങൾ അവർ തരുന്നുണ്ട് എന്ത് ചെയ്യും, അത് അവര് അവലോകനം ചെയ്യും. ആണോ? എന്നിട്ട് അതിലെ ഓരോ ലെവലിലും അവർക്ക് ആവശ്യമായിട്ടുള്ള റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ അവരുടെ ശേഖരിക്കണം, രേഖകൾ ശേഖരിക്കണം അല്ലെ? എന്തൊക്കെയായിരിക്കും രേഖകള്, ഡോക്യുമെന്റേഷൻസ് ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന? ഹോസ്പിറ്റലിലെ ഓർഗനൈസേഷന്റെ പോളിസീസും പ്രൊസീജിയേഴ്സും ഉണ്ട് അല്ലെ? അതിന്റെ രേഖകൾ ഉണ്ടാവില്ലേ? അവിടുത്തെ നിയമങ്ങളും നിയന്ത്രണങ്ങളും. പിന്നെന്താണ്? ക്ലിനിക്കൽ പ്രാക്ടീസ് ഗൈഡ് ലൈൻ ഉണ്ടാവും അല്ലേ? പറയേ. സ്റ്റാഫുകളുടെ കോമ്പിറ്റൻസി റെക്കോർഡുകൾ ഉണ്ടാവോ? യോഗ്യത തെളിയിക്കുന്ന അല്ലെ കോമ്പിറ്റൻസി റെക്കോർഡ്സുകള്. പിന്നെന്താണ്? പേഷ്യൻസ് റെക്കോർഡ്സുകൾ അല്ലെ? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് റെക്കോർഡ്സുകൾ അല്ലെ? ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി അവർ ചെയ്ത കാര്യങ്ങൾ അല്ലെ? അത് അടങ്ങുന്ന റെക്കോർഡ്സുകൾ ഉണ്ടാവും അല്ലെ? ഫെസിലിറ്റി ഡോക്യുമെന്റേഷൻസ് ഉണ്ടാവും അല്ലെ? ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന ഫെസിലിറ്റി ഡോക്യുമെന്റേഷൻസ് ഉണ്ടാവും. ഇൻസിഡന്റ് റിപ്പോർട്ടുകൾ ഉണ്ടാവും അല്ലെ? ഹോസ്പിറ്റലിൽ സംഭവിച്ചിട്ടുള്ള അല്ലെ ഇൻസിഡന്റുകൾ, സംഭവങ്ങളുമായി ബന്ധപ്പെട്ട റെക്കോർഡ്സുകൾ ഉണ്ടായിരിക്കും അല്ലെ? പിന്നെന്താണ്? ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ റെക്കോർഡുകൾ ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്യാം? ശേഖരിക്കുക. ഹൈജീന ഒരുപാട് പറയാം. മിസ് കുറച്ച് നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സാമ്പിൾ ഇങ്ങനെ പറഞ്ഞു തന്നാണ് കേട്ടോ. നെക്സ്റ്റ്, എ ഫുൾ സെറ്റ് ഓഫ് ഡോക്യുമെന്റേഷൻ വിത്ത് കവേഴ്സ്. നമുക്കറിയാം ഹോസ്പിറ്റൽ ഫോർമുലറി അല്ലേ? ഫാർമസിയിലെ ഹോസ്പിറ്റൽ ഫോർമുലറി ഉണ്ട് അല്ലേ? ഒരുപാട് കാര്യങ്ങളുണ്ട്. A full set of documentation which covers JCI requirements. അതിൽ തന്നെ പറയുന്നതാണ് അല്ലെ? എന്താണ്? JCIയുടെ അക്രഡിറ്റേഷന് ആവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും അവരെന്ത് ചെയ്യാണ്? സബ്മിറ്റ് ചെയ്യാണ് അല്ലെ? സബ്മിറ്റ് ചെയ്യല്ല, അവരെ ശേഖരിക്കുന്നു. ക്ലിയർ ആയോ? അത് മൂന്നും ക്ലിയർ ആയോ? പ്ലാൻ ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളാണ് അവർ പ്ലാനിങ്ങില് ചെയ്യുന്നത്. ഫസ്റ്റ് അവർ ഗ്യാപ്പ് അനാലിസിസ് നോക്കുന്നു. എന്നിട്ട് എന്താണ്? ആ ഗ്യാപ്പ് അനാലിസിസിൽ JCI സ്റ്റാൻഡേർഡുമായി അവർ ഒത്തുനോക്കിയിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ, എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരുന്നു എന്ന് വെച്ചാൽ അത് ഡെവലപ്പ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു. നെക്സ്റ്റ് പറയുന്നത് ഹോസ്പിറ്റലിലെ കീ പ്രോസസ് ഓണേഴ്സിന് അതിനു വേണ്ട JCI അക്രഡിറ്റേഷന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അവയർനെസ്സും ട്രെയിനിങ്ങും നൽകുന്നു. മൂന്നാമത് പറയുന്നത് എന്താ? JCIയുടെ ഫ്രെയിംവർക്കുകള് അവര് അവലോകനം ചെയ്തിട്ട് JCIയുടെ അക്രഡിറ്റേഷന് ആവശ്യമായിട്ടുള്ള എല്ലാ രേഖകളും എല്ലാ ഡോക്യുമെന്റേഷനും അവര് ശേഖരിക്കുന്നു. ഓക്കെ ആയോ പ്ലാന്? നെക്സ്റ്റ്, രണ്ടാമത് പറയുന്നത് ആദ്യം പ്ലാന്, പിന്നെ ഡു അവര് നടപ്പിലാക്കുകയാണ് അല്ലേ?
ചെയ്യാണ്, പ്രാവർത്തികമാക്കുന്നു. ഇംപ്ലിമെന്റേഷൻ അസിസ്റ്റൻസ് ആൻഡ് എംപ്ലോയീസ് ബ്രീഫിംഗ് എന്താണ്? അത് അപ്ലൈ ചെയ്യുന്നതിന് അവർക്കൊരു സഹായം കൊടുക്കണ്ടേ? അവര് വരുത്തിയ കാര്യങ്ങൾ അല്ലെ, ചേഞ്ചസുകള്, സ്റ്റാൻഡേർഡുകൾ അല്ലെ, അത് അവിടെ അപ്ലൈ, ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യാൻ, പ്രാവർത്തികമാക്കുന്നതിന്, ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ട സഹായങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. കൂടാതെ എംപ്ലോയീസ് ബ്രീഫിംഗ്, എംപ്ലോയീസിന് അതിന് വേണ്ട ഇൻഫോർമേഷൻസ് കൊടുക്കണ്ടേ? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെ, പേഷ്യൻസിന്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അല്ലെ, ക്വാളിറ്റി കെയറുമായി ബന്ധപ്പെട്ട, ഫെസിലിറ്റി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെ, എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ള ഒരു ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ എംപ്ലോയീസിന് പറഞ്ഞു കൊടുക്കുന്നു, ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് അപ്ഡേറ്റ് JCI രജിസ്റ്റേഴ്സ് ആൻഡ് ജനറേറ്റ് റെക്കോർഡ്സുകൾ, JCIക്ക് ആവശ്യമായിട്ടുള്ള രജിസ്റ്റേഴ്സ് അപ്ഡേറ്റ് ചെയ്യുകയും റെക്കോർഡ്സുകൾ ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നു, തയ്യാറാക്കുകയും ചെയ്യുന്നു. JCI രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പേഷ്യന്റ് ഇൻഫർമേഷൻ രജിസ്റ്ററിലെ പേഷ്യൻസിന്, ഓരോ പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എഴുതുന്ന രജിസ്റ്റേഴ്സ്. പിന്നെ ക്ലിനിക്കൽ പ്രൊസീജിയർ ഡീറ്റെയിൽസ്, ഹോസ്പിറ്റലിലെ ക്ലിനിക്കൽ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് എഴുതുന്നത്. പിന്നെ അവിടുത്തെ കീ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് അല്ലെ, നമ്മൾ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി അഷുറൻസ് എന്ന അവിടെ പഠിച്ചല്ലോ, കീ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട അല്ലെ, ഓരോ സെക്ഷനുമായി ബന്ധപ്പെട്ട കീ ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചു അല്ലെ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, അപ്പൊ കീ ഇൻഡിക്കേറ്റേഴ്സ്, ഇൻസിഡന്റ് റിപ്പോർട്ട്സുകൾ, മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ റെക്കോർഡുകൾ, അങ്ങനെയുള്ള എന്താണ് JCI രജിസ്റ്റേഴ്സ് ഒക്കെ അവരെ അപ്ഡേറ്റ് ചെയ്യുകയും അവരതിന് വേണ്ട റെക്കോർഡുകൾ തയ്യാറാക്കുകയും ചെയ്യുന്നു. ക്ലിയർ ആയത്? നെക്സ്റ്റ് ചെക്ക് ആൻഡ് ആക്ട്. എന്നിട്ട് എന്ത് ചെയ്യും? ഇത് ചെക്ക് ചെയ്യും അല്ലെ. ഓഡിറ്റ് ആൻഡ് MRM. MRM എന്ന് പറഞ്ഞാൽ മാനേജ്മെന്റ് റിവ്യൂ മീറ്റിംഗ്. മാനേജ്മെന്റ് റിവ്യൂ മീറ്റിംഗ്. ആദ്യം ഓഡിറ്റിൽ എന്താണ്? കണ്ടക്ട് ഫസ്റ്റ് JCI ഇന്റേണൽ ഓഡിറ്റ്. എന്താണ് JCIയുടെ ഫസ്റ്റ് ഇന്റേണൽ ഓഡിറ്റ് അല്ലെ? JCI പറയുന്ന കാര്യങ്ങൾ ഇവിടെ പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ അല്ലെ, അതിനുള്ള ഇന്റേണൽ ഓഡിറ്റ് നടത്തുന്നു. നെക്സ്റ്റ് പറയുന്നത് മാനേജ്മെന്റ് റിവ്യൂ മീറ്റിംഗ്. നമ്മ അവലോകന യോഗം കേട്ടിട്ടുണ്ടോ? റിവ്യൂ മീറ്റ്, അവലോകന യോഗം കേട്ടിട്ടില്ലേ നിങ്ങൾ? ഗവൺമെന്റിൽ തന്നെ കേൾക്കാറുണ്ടല്ലേ, അവർ അവലോകന യോഗം കൂടിയില്ലേ? എന്താണ് അവലോകന യോഗം? മിസ് തന്നെ പറയുമ്പോൾ ഒരു രസമില്ല എന്ന് പറയും. അക്രഡിറ്റേഷൻ, ഓഡിറ്റ്, കൂടാതെ എന്താണ് അവർ ചർച്ച ചെയ്യുന്നത് അവലോകന യോഗത്തില്? MR എന്ന് പറഞ്ഞാല് ഡെവലപ്പ് അല്ലേ? ഓക്കെ. MRM മാനേജ്മെന്റ് റിവ്യൂ മീറ്റിംഗ് എന്ന് പറഞ്ഞാല് എ ഫോർമൽ ഗ്യാതറിംഗ്, ഒരു ഫോർമൽ ആയിട്ടുള്ള അല്ലെ, ഔദ്യോഗികമായിട്ടുള്ള ഒരു ഒത്തുചേരലാണ്. ആരൊക്കെ തമ്മില്? വെയർ ആൻ ഓർഗനൈസേഷൻ പബ്ലിക് റെക്കഗ്നിഷൻ. ഓക്കെ. എന്താണ്? ഓർഗനൈസേഷന്റെ ടോപ്പ് മാനേജ്മെന്റുകൾ അല്ലെ. എ ഫോർമൽ ഗ്യാതറിംഗ് where an organization top management discuss and evaluate the performance of their quality management system in identifying areas for improvement and making. എന്താണ്? നമ്മുടെ ടോപ്പ് മാനേജ്മെന്റിലുള്ള ആളുകളൊക്കെ കൂടി ഒരു ഫോർമൽ ആയിട്ടുള്ള അല്ലെ ഒരു മീറ്റിംഗ് കൂടിയിട്ട് അവിടുത്തെ എന്താണ് പെർഫോമൻസിനെ കുറിച്ച് ഒരു ഇവാലുവേഷൻ നടത്താണ് അല്ലെ, വിലയിരുത്തൽ നടത്തല്ലേ, അവിടുത്തെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട അല്ലെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട ഒരു ഇവാലുവേഷൻ, എന്താണ് ഒരു വിലയിരുത്തൽ നടത്തിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഏതൊക്കെ ഏരിയാസിൽ അല്ലെ, ഐഡന്റിഫൈങ് ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെന്റ്, ഇംപ്രൂവ് ചെയ്യാനുള്ള ഏരിയാസ് ഏതൊക്കെയാണെന്ന് അവർ ഐഡന്റിഫൈ ചെയ്യുന്നു അല്ലെ. മനസ്സിലാക്കില്ലേ? അപ്പൊ MRF മാനേജ്മെന്റ് റിവ്യൂ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ?
ഹോസ്പിറ്റലിലെ ടോപ്പ് മാനേജ്മെന്റ് എല്ലാവരും കൂടി ഒരു യോഗം അല്ലെ, ഈ ഫോർമൽ ആയിട്ടുള്ള ഒരു യോഗം കൂടിയിട്ട് എന്താണ് അവിടുത്തെ ക്വാളിറ്റി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു വിലയിരുത്തൽ നടത്തുകയും എവിടെയൊക്കെയാണ് ചേഞ്ചസ് അല്ലെ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതെന്നും തീരുമാനിക്കുന്നതിനെയാണ് മാനേജ്മെന്റ് റിവ്യൂ മീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് അവർ എന്ത് ചെയ്യുന്ന ഓഡിറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും അല്ലെ ഇനി എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം, എന്തൊക്കെ ഇംപ്രൂവ്മെന്റുകൾ വരുത്തണം അല്ലേ. അല്ലേ വീട്ടിലെ നമ്മുടെ മക്കൾക്ക് എക്സാം വരുമ്പോ നമ്മ ഒരു ചെറിയൊരു ടെസ്റ്റ് നടത്താറുണ്ടോ, മോക്ക് ടെസ്റ്റ് പോലെ നിങ്ങൾ നടത്താറുണ്ടോ? ഉണ്ടോ? അപ്പൊ നമുക്ക് മനസ്സിലാകോ ഏതൊക്കെ സെക്ഷനിലാണ് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് അവര് വീക്ക് ആയിട്ടുള്ളത് അല്ലെ, ഏതൊക്കെ പോർഷൻസ് അവർക്ക് രണ്ടാമത് പറഞ്ഞു കൊടുക്കണം അല്ലെ, ആണോ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും അവർക്ക് അതൊരു റിവിഷൻ പോലെ കൊടുക്കുമല്ലോ, വീണ്ടും ഒരു റിവിഷൻ കൊടുക്കും അല്ലെ നിങ്ങൾക്ക്. അപ്പൊ അതേപോലെ എന്താണ് ഇവിടെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ ഇവർ ഓഡിറ്റ് നടത്തുന്നത് ഹോസ്പിറ്റലില് ഓർഗനൈസേഷനില്. അപ്പൊ എന്താണ് ആ ഒരു ഓർഗനൈസേഷന്റെ ഏതൊക്കെ ഏരിയാസിൽ ഇംപ്രൂവ്മെന്റ് വരുത്തണമെന്ന് അവർ ഐഡന്റിഫൈ ചെയ്യുകയും അതിനു വേണ്ട കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ് വരുന്നത് JCI സർട്ടിഫിക്കേഷൻ. JCIയുടെ സർട്ടിഫിക്കേഷൻ. The above cycle will be repeated twice till final JCI recertification audit based on the reviews and requirements. എന്താണ് ഈ ഇങ്ങനെയുള്ള റിവ്യൂസുകളും റിക്വയർമെന്റ്സും ആവശ്യകതകളും അടിസ്ഥാനമാക്കി അവസാന JCI സർട്ടിഫിക്കേഷൻ എന്താണ് ഈ ഓഡിറ്റിന് മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ 2 തവണ ആവർത്തിക്കുന്നു അല്ലെ. ആദ്യം അവരെന്ത് ചെയ്യും, പ്ലാൻ ചെയ്യും, പിന്നെ ഡു ചെയ്യും, പിന്നെ ഓഡിറ്റ് നടത്തും, ചെക്ക് ആൻഡ് ആക്ട് നടത്തും. എന്നിട്ട് അവരെന്ത് ചെയ്യും, മാനേജ്മെന്റ് റിവ്യൂ മീറ്റിംഗ് കൂടിയിട്ട് എന്തെങ്കിലും ഐഡന്റിഫിക്കേഷൻ കണ്ടുപിടിക്കുമല്ലോ, ഗ്യാപ്പ് അനാലിസിസ് അല്ലെ, ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ടതെന്ന്. അവരെന്ത് ചെയ്യും, ഒന്നും കൂടി ആദ്യം മുതൽ ആവർത്തിക്കുമല്ലോ, ആവർത്തിച്ച് അല്ലേ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യുന്നു, ഇത് 2 തവണ ഇങ്ങനെയുള്ള അവലോകനങ്ങളും റിക്വയർമെന്റ്സും ഇവര് 2 തവണ ആവർത്തിക്കുന്നു. ക്ലിയർ ആയോ? ഈ ബോക്സ് ഓക്കെ ആയോ? നെക്സ്റ്റ് അക്രഡിറ്റേഷൻ ടൈം നോക്കിയേ. ഒരു ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ എത്ര ടൈം വേണം നോക്കിയേ. The process of achieving JCI accreditation takes between 12 to 24 months for a hospital. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അവിടത്തെ JCI സർവേ കഴിയുന്നത് എത്ര മാസം പിടിക്കുന്നുണ്ട്? 12 മുതൽ 24 മാസം വരെ സമയം പിടിക്കുന്നുണ്ട്. അതായത് 1 വർഷം മുതൽ 2 വർഷം വരെ താമസം ഉണ്ടാകുന്നുണ്ട്. ക്ലിയർ ആയോ? ഹോസ്പിറ്റലിന്റെ എല്ലാ പ്രവർത്തനങ്ങളും വിലയിരുത്തണം അല്ലെ. അപ്പൊ ഈ ടൈം പീരീഡ് കൂടുന്നത് എന്തിനനുസരിച്ചായിരിക്കും? ഈ ടൈം പീരീഡ് കൂടുന്നത് 12 മാസം എന്നുള്ളത് 24 മാസമാകുന്നതും 18 മാസമാകുന്നതും എന്തിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും അറിയാമോ? ഹോസ്പിറ്റലിന്റെ സ്പേസും ഫെസിലിറ്റീസിനെയൊക്കെ ആസ്പദമാക്കിയിട്ടായിരിക്കും അല്ലെ. ക്വാളിറ്റി ഫെസിലിറ്റീസിനെയൊക്കെ ആസ്പദമാക്കിയിട്ടല്ലേ. ഇപ്പൊ ഒരു സിംഗിൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആണെങ്കിൽ 24 മന്ത്സ് ആവശ്യമുണ്ടാവോ? ആ ഒരു സിംഗിൾ സ്പെഷ്യാലിറ്റി പ്രവർത്തനങ്ങൾ അല്ലെ മാത്രം അവരെ അസസ് ചെയ്താൽ മതി അല്ലെ. മൾട്ടി സ്പെഷ്യാലിറ്റി ആവുമ്പോ എങ്ങനെയാണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിലെ അല്ലെ ഓരോ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങൾ ഇവര് വിലയിരുത്തണ്ടേ. അപ്പൊ അതിനനുസരിച്ച് എന്ത് പറ്റും, കാലതാമസം പിടിക്കില്ലേ. ഓക്കെ ആയോ? നെക്സ്റ്റ് അക്രഡിറ്റേഷൻ പ്രോസസ് കോസ്റ്റ്. അക്രഡിറ്റേഷന് എത്രയാണ് ചിലവ് വരുന്നത്? Okay, the average JCI accreditation fee for a full hospital survey for 2010 was $46,000
USD, United States dollars. രണ്ടായിരത്തി 10 ഹോസ്പിറ്റൽ സർവേയുടെ ശരാശരി ഒരു JCI അക്രഡിറ്റേഷന്റെ ഫീസ് എത്രയായിരുന്നു? $46,000 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഡോളർ ആയിരുന്നു. ഒരു ഡോളർ എത്രയാണ് അറിയോ? ഒരു ഡോളർ എത്രയാ? 86.89 ആണ്. ഒരു ഡോളർ എന്ന് പറയുന്നത് 86.89 ആണ്. അപ്പൊ $46,000 എന്ന് പറയുന്നത് ഏകദേശം എത്ര രൂപ വരും? ഒരു 40 lakhs rupees എങ്കിലും വരും. ഒരു ഏകദേശം അല്ല, നമ്മുടെ 86.89 വെച്ച് നോക്കുമ്പോൾ $46,000 എന്ന് പറയുന്നത് 40 lakhs 39,96,940 rupees 40 lakhs വരും. അപ്പൊ അത്രയും രൂപയാണ് അക്രഡിറ്റേഷന്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ. The cost of accreditation depends on the size of the healthcare organization and the complexity of the organization, which determines how many surveyors are needed and how long the survey will take to carry out. നമ്മുടെ ഈ കോസ്റ്റ്, ഈ ചിലവ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനൊക്കെ ആശ്രയിച്ചാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ സൈസ് അല്ലെ, വലിപ്പം. മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും അതുള്ള ഹോസ്പിറ്റലിലൊക്കെ സൈസ് ഒരേപോലെയാണോ? വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടാവും അല്ലെ? അപ്പൊ ആ ഓർഗനൈസേഷന്റെ വലിപ്പത്തെ അനുസരിച്ച് അവിടുത്തെ സങ്കീർണത, അതായത് ഫെസിലിറ്റീസ് അല്ലെ, ഒരുപാട് ഫെസിലിറ്റീസ് വരുമ്പോ അവിടെ കോംപ്ലക്സിറ്റി കൂടല്ലേ? ഒരുപാട് ഫെസിലിറ്റീസ് വരുമ്പോ അവിടെ കോംപ്ലക്സിറ്റി കൂടല്ലേ ചെയ്യുന്നത്? അപ്പൊ കോംപ്ലക്സിറ്റിനെ അനുസരിച്ച് പിന്നെ എന്താണ്? അപ്പൊ കോംപ്ലക്സിറ്റി കൂടുമ്പോൾ, അതല്ലെങ്കിൽ വലിപ്പം കൂടുമ്പോൾ, അല്ലെങ്കിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൂടുമ്പോൾ ഒരു സർവേയർ മതിയോ അസസ് ചെയ്യാനായിട്ട്? ഒരു സർവേയർ മതിയോ? പോരാ അല്ലെ? ഒന്നിൽ കൂടുതൽ സർവേയേഴ്സ് വരണല്ലേ അവിടുത്തെ സ്പെഷ്യാലിറ്റി ബേസ് ചെയ്തിട്ട്. അപ്പൊ ആ എത്ര സർവേയർ വേണം ആവശ്യമായിട്ട് വരുന്നുണ്ട്, ആ സർവേ എത്ര നാള് നീണ്ടു നിൽക്കുന്നുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അക്രഡിറ്റേഷൻ കോസ്റ്റ് വരുന്നത്. ക്ലിയർ ആയോ? വേറെ ടേബിൾ ഉണ്ടോ? പ്രിന്റിലില്ലല്ലോ. ഏതാണ്? ബാക്കി എല്ലാവരെയും ഉണ്ടോ? ഇഷുടേല് മാത്രമുള്ളോ? ഇല്ല, ഉണ്ട്. മിസ് ടെക്സ്റ്റിൽ ഒന്നും കൂടി നോക്കട്ടെ കേട്ടോ. പ്രിന്റിൽ കാണുന്നില്ല. മിസ് ടെക്സ്റ്റിൽ ഒന്നും കൂടി വെരിഫൈ ചെയ്യട്ടെ കേട്ടോ. എന്നിട്ട് നാളെ പറയാം കേട്ടോ. ഓക്കെ. നോക്കിയേ, ലാർജ് മൾട്ടി സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ്. ഓക്കെ, മിസ് നോക്കിയിട്ട് നാളെ പറയാം കേട്ടോ. നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ലാർജ് മൾട്ടി സ്പെഷ്യാലിറ്റി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ will have a higher fees than സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനെക്കാട്ടി കൂടുതൽ ഫീസ് ഏത് ഹോസ്പിറ്റലിലേക്കാണ് വരുന്നത്? ലാർജ് അല്ലേ, വലിയ ഹോസ്പിറ്റലുകൾക്കും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾക്കും യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിനൊക്കെ എന്താണ്? സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലും കൂടുതൽ ഫീസുകൾ വരുന്നത് നമുക്ക് അറിയാം. സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാല് ആ ഒരു സ്പെഷ്യാലിറ്റി കെയർ മാത്രം കൊടുക്കുന്നുള്ളൂ അല്ലെ. ഇപ്പൊ ഓങ്കോളജി ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ്? ക്യാൻസർ ട്രീറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ അല്ലെ. ഓർത്തോ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഓർത്തോ സ്പെഷ്യലൈസ്ഡ് കെയർ മാത്രം കൊടുക്കുള്ളൂ അല്ലെ. പക്ഷെ ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ലാർജ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലൊക്കെ ആവുന്നുണ്ടാവും, ഒരുപാട് സ്പെഷ്യൽ കെയർസ് ഉണ്ടാവും അല്ലെ, ഒരുപാട് സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് എന്ത് വരും? ഫീസില് വർധനവും വരും അല്ലെ, ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. The organization also pays the cost of transportation, hotel accommodation for the JCI team, which is not included in the
ഓവറോൾ ഫീസ്. ഈ ഫീസ് ഹോസ്പിറ്റലിൽ പറഞ്ഞില്ലേ, ഈ സ്പെഷ്യാലിറ്റിന്റെ അടിസ്ഥാനത്തില്, സർവേയുടെ അടിസ്ഥാനത്തില്, സൈസിന്റെ അടിസ്ഥാനത്തിലൊക്കെ ഫീസ് കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ ആ സർവേയറുടെ ഹോട്ടലിന്റെ ചാർജ്, അവരുടെ ട്രാൻസ്പോർട്ടേഷന്റെ കോസ്റ്റ് ആര് കൊടുക്കേണ്ടി വരുന്നുണ്ട്? ഈ ഫീസ് കൂടാതെ ഈ ഹോസ്പിറ്റലുകാരെ, ഈ ഓർഗനൈസേഷനുകാര് പേ ചെയ്യേണ്ടതായിട്ട് കൂടി വരുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് റീഅക്രഡിറ്റേഷൻ പ്രോസസ്. റീഅക്രഡിറ്റേഷൻ പ്രോസസ് നോക്കിയേ. JCI accreditation is required every 3 years following the original survey. അല്ലേ? നമ്മ പറഞ്ഞു ഒരു JCIയുടെ അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാല് 3 വർഷം കഴിയുമ്പോൾ വീണ്ടും റീഅക്രഡിറ്റേഷൻ നടത്തണമല്ലോ. ഈ റീഅക്രഡിറ്റേഷൻ പൂർത്തിയാവാനായിട്ട് എത്ര സമയം എടുക്കുന്നുണ്ട് നോക്കിയേ. 6 to 9 months before the accreditation survey is due. ഈ റീഅക്രഡിറ്റേഷൻ സർവേ സ്റ്റാർട്ട് ചെയ്ത് ഒരു 6 മാസം മുതൽ 9 മാസം വരെയാണ് ഈ റീഅക്രഡിറ്റേഷൻ സർവേ പൂർത്തിയാക്കാനുള്ള ടൈം പീരീഡ് വരുന്നത്. The hospital should submit their revised application and schedule a JCI accreditation survey. എന്ത് ചെയ്യുന്നുണ്ട്? ഈ അക്രഡിറ്റേഷന് വേണ്ടി ഹോസ്പിറ്റലുകാര് അപ്ലിക്കേഷൻ സബ്മിറ്റ് കൊടുക്കുന്നു അല്ലെ. എന്നിട്ട് അതിനു വേണ്ട ഡേറ്റുകൾ ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്യുന്നു. ക്ലിയർ അല്ലേ? അത് സിമ്പിൾ അല്ലേ? ഓരോ 3 വർഷം കൂടുമ്പോൾ റീഅക്രഡിറ്റേഷൻ സർവേ നടത്തുന്നു. ഈ റീഅക്രഡിറ്റേഷൻ പൂർത്തിയാക്കാനായിട്ട് ഒരു 6 മാസം മുതൽ 9 മാസം വരെ സമയമെടുക്കുന്നു. ഈ റീഅക്രഡിറ്റേഷന് സമയമായി കഴിഞ്ഞാൽ ഇവര് അതിന്റെ അപ്ലിക്കേഷൻ സബ്മിറ്റ് കൊടുക്കുകയും അതിന്റെ ഡേറ്റ് ഇവര് ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ അല്ലേ? നെക്സ്റ്റ് JCI അക്രഡിറ്റേഷൻ ഹോസ്പിറ്റൽ ഇൻ ഇന്ത്യ. ഇന്ത്യയില് JCIയുടെ അക്രഡിറ്റേഷൻ കിട്ടിയിരിക്കുന്ന ഹോസ്പിറ്റലിന് കുറച്ച് എക്സാമ്പിൾ ആണ് കേട്ടോ, മുഴുവനും പറയുന്നില്ല, കുറച്ചൊരു എക്സാമ്പിള്. ഓക്കെ. ഫസ്റ്റ് പറയുന്നത് പൂനെയിലുള്ള ആദിത്യ ബിർള മെമ്മോറിയൽ ഹോസ്പിറ്റൽ. രണ്ടാമത് പാലക്കാട് ഉള്ള അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ. പാലക്കാട് ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? ഉണ്ട്? പോയിട്ടുണ്ടോ? ഈ ഹോസ്പിറ്റൽ കണ്ടിട്ടുണ്ടോ? പോയിട്ടുണ്ടോ? എങ്ങനെയുണ്ട്? അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് ആയിരിക്കും അല്ലേ ഇവിടെ നിന്ന് ലഭിക്കുന്നത് അല്ലേ? അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, അലക്സിസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, നാഗ്പൂരുള്ള അലക്സിസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, അപെക്സ് ഹാർട്ട് എന്നാണ് കേട്ടോ. HEART, സ്മോൾ ലെറ്റർ ആണ് കേട്ടോ. ഇൻസ്റ്റിറ്റ്യൂട്ട് യൂണിറ്റ് ഓഫ് TCVS പ്രൈവറ്റ് ലിമിറ്റഡ്. ഇനി 2 പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപെക്സ് ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നും യൂണിറ്റ് ഓഫ് TCVS പ്രൈവറ്റ് ലിമിറ്റഡ് എന്നും അഹമ്മദാബാദ് ഉള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് അപ്പോളോ ഗ്ലെനഗ്ലസ് ഹോസ്പിറ്റൽ കൊൽക്കത്ത. നെക്സ്റ്റ് അപ്പോളോ ഹോസ്പിറ്റൽ, നമ്മുടെ ചെന്നൈയിലുള്ള അപ്പോളോ ഹോസ്പിറ്റൽ. അപ്പോളോ ഹോസ്പിറ്റൽ ഒക്കെ ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ ആണ് അല്ലേ? അല്ലേ? അപ്പോളോ ഹോസ്പിറ്റലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളാണ്. അപ്പൊ ചെന്നൈയിലുള്ള അപ്പോളോ ഹോസ്പിറ്റലിനും ഹൈദരാബാദുള്ള അപ്പോളോ ഹോസ്പിറ്റലിന് എന്ത് കിട്ടിയിട്ടുണ്ട്? അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുണ്ട്. കൊൽക്കത്തയിലുള്ള ഹോസ്പിറ്റലിനും പിന്നെ കൊച്ചിയിലുള്ള ആസ്റ്റർ മെഡ്സിറ്റി ഹോസ്പിറ്റലിനും എന്താണ്? JCIയുടെ അക്രഡിറ്റേഷൻ ലഭിച്ച ഹോസ്പിറ്റലുകളാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് കമ്പാരിസൺ ആണ് കേട്ടോ. നാബും JCIയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ, താരതമ്യമാണ്. അത് മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോരും കേട്ടോ. ഇനി മിസ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ നമ്മുടെ നെക്സ്റ്റ് മൊഡ്യൂളിലെ മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്നുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. നെക്സ്റ്റ് മൊഡ്യൂളില് ഇമ്പോർട്ടന്റ് ഉള്ളത് പറയണം. ഈ ഹോസ്പിറ്റൽസ് ഇല്ലേ, അത് നോക്കി വെക്കാട്ടാ. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അക്രഡിറ്റേഷൻ കോസ്റ്റ് ഇല്ലേ,
അതെന്തിനൊക്കെ ആസ്പദമാക്കിയിട്ടാണ് അക്രഡിറ്റേഷൻ കോസ്റ്റ് വരുന്നത്? പിന്നെ ടൈം പീരീഡ്, അക്രഡിറ്റേഷന്റെ ടൈം പീരീഡ്, റീസർവേയുടെ ടൈം പീരീഡ് എത്രയാണ്? അക്രഡിറ്റേഷന്റെ ടൈം പീരീഡ് ഇല്ലേ? പിന്നെ റീ അക്രഡിറ്റേഷന്റെ ടൈം പീരീഡ്. ഓക്കെ, ഓക്കെ. അപ്പൊ ബാക്കിയുള്ള നമ്മുടെ കമ്പാരിസൺ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ക്ലിയർ ആവുന്ന